ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ലവ് ഷേപ്പിൻ്റെ പില്ലോസ് ഉണ്ടാക്കാനായിട്ടാണ് പിങ്ക് ഫർ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഗൈസ്. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് ഫർ എടുക്കാം, നമുക്ക് ആവശ്യമായ ഒരു ഫർ എടുക്കുക. ഇതൊരു ഏത് കളറാണെന്ന് വെച്ചാൽ നിൽക്കുന്നത്. ഞാനിവിടെ പിങ്ക് ഫർ ആവശ്യത്തിനായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ കത്രിക അറിയാലോ, പിന്നെ സ്ട്രോങ് പോളിസ്റ്റർ നൂലും, പിന്നെ ഒരു സൂചി. ഞാൻ ഇങ്ങനത്തെ സൂചിയാണ് എഴുതിയത്, നിങ്ങൾക്ക് എങ്ങനത്തെ ആണെങ്കിലും എടുക്കാം. കംഫർട്ടായ സൂചി. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായ ഒരു മാർക്കർ, ഏത് മാർക്കറാണെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഒരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഷേപ്പ് വേണം ലവ് ഷേപ്പിന്. അത് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫറെടുത്ത് നേരെ നിവർത്തിയിടും. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നിവർത്തിയിട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ എങ്ങോട്ടാണോ ഇരിക്കുന്നത് അത് അങ്ങോട്ടാക്കി വയ്ക്കുക. അതിനുശേഷം അതിനെ അകത്തോട്ട് മടക്കുകയാണ് വേണ്ടത്. നല്ല ലെവലിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലവ് ഷേപ്പിൻ്റെ ഒരു പിക്ചർ എടുത്ത് നമ്മൾ വയ്ക്കുക, നല്ല രീതിയിൽ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പുറത്തൂടെ വരച്ചെടുക്കുക. ഗൈസ്, നമ്മളിത് നന്നായിട്ട് കട്ട് ചെയ്ത് വരച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ കട്ട് ചെയ്യാം, നമുക്ക് നല്ല വൃത്തിക്ക് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഗൈസ്, പിന്നെ പറയുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ പേപ്പർ വെട്ടുന്ന കത്രികയിട്ട് തുണി മുറിക്കാൻ നോക്കല്. അപ്പോൾ അത് പറ്റത്തില്ല. അതുകൊണ്ട് തുണി വെട്ടുന്ന കത്രിക തന്നെ ഇത്തിരി ഉപയോഗിക്കുക. പേപ്പർ വെട്ടുന്നതാണെങ്കിൽ നല്ല മൂർച്ചയുള്ളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഗൈസ്, നമുക്ക് കട്ട് ചെയ്യുമ്പം രണ്ട് പീസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നല്ല വൃത്തിക്ക് തയ്ക്കണ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഞാൻ തുന്നി കാണിക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. പിന്നെ ചിലവർക്കുള്ള ഡൗട്ടായിരിക്കും ഈ ഫറിൻ്റെ തുണി എവിടെ കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു ഡൗട്ട് തീർക്കാൻ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഒന്നീ ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ കുറച്ച് പ്രൈസ് കുറവായിട്ട് കിട്ടും. പിന്നെ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് സിംല അറിയാത്തവരാരും കാണത്തില്ല. അപ്പോൾ സിംലയിൽ ചെന്നാൽ കിട്ടും. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചൊരു ഫറാണ്. 4 മീറ്റർ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 900 സംതിങ് ആയിരുന്നു. അവിടെ അങ്ങനെ വാങ്ങിച്ചത്. പിന്നെ അല്ലെങ്കിൽ ക്രാഫ്റ്റ് സ്റ്റോർ കാണും, അവിടെ നിന്ന് കാണും. ഗൈസ്, ഇതിൻ്റെ ഇടയിലാണ് എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയത്. 8ൻ്റെ അല്ല 16ൻ്റെ പണിയെന്ന് പറയാം. നിങ്ങൾ ഒരിക്കലും ചെയ്യുമ്പോൾ എൻ്റെ ഈ ആവശ്യം കൊണ്ട് നിങ്ങൾ തോനെ നൂലെടുക്കാൻ പാടില്ല. അത്യാവശ്യം പിന്നെ പോളിസ്റ്ററിൻ്റെ ഇത്തിരി കട്ടിയുള്ള നൂലുണ്ട്. പിന്നെ കുഴപ്പമില്ല, എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പോളിസ്റ്റർ നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാതെ ഇതിലത്തെ നൂലാണ്. ഞങ്ങൾ ക്യാപിറ്റലിൽ നിന്ന് 140 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു നൂലാണ്. അപ്പോൾ ബാക്കി തയ്ക്കാം നമുക്ക്. ബൈസ്, ഞാൻ തച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന്. അത് ഞാൻ തച്ചപ്പോൾ അങ്ങനെയാണ്. ഞാൻ എപ്പോഴും തയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ തയ്ക്കുമ്പോൾ അടിയിൽ ഇങ്ങനൊരു സ്പേസ് വിടണം. സ്പേസ് വിടണ്ട, ഞാൻ വിട്ടെന്നേ ഉള്ളൂ. നമ്മളതിനെ തിരിച്ചിടണം. പിന്നെ ഞാനൊരു കാര്യം പറയുന്നത്, അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നോ മോഡൽ ടെഡി ബെയറുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ആ വീഡിയോ കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ തിരിച്ച് നല്ലപോലെ ഒത്തിരി സ്പേസും ഇല്ലാത്ത രീതി എല്ലാം ഒഴിഞ്ഞിട്ടിരിക്കാം കേട്ടോ. അങ്ങനെ വേണം ഇടാൻ. ഈ സ്ഥലം ഇങ്ങനെയെന്ന് നമ്മൾ ബാക്കി സൈഡിലൂടെ തയ്ക്കാത്തതുകൊണ്ടാണ്. തയ്ച്ച് കഴിയുമ്പോൾ അടിപൊളിയാവും. പിന്നെ നമുക്ക് ഇതിനകത്ത് പഞ്ഞി ഫില്ല് ചെയ്യാം. കോട്ടൺ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നത് നമ്മളെ ഒരു ടെഡി ബെയർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും. അപ്പോൾ അതെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അപ്പോൾ പിന്നെ അതിലൊരു മോഡൽസും വരുന്നില്ല. നമുക്ക് ഇന്ന പാർട്ട് വരച്ച് അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ലവിൻ്റെ പാവ വേണമെന്നോ അങ്ങനെയുള്ള ഇത് ചെറുത് വേണോ വലുത് വേണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ആ നമ്പർ കൊടുക്കാം. നല്ലപോലെ പഞ്ഞി റീഫിൽ ചെയ്യണം കേട്ടോ.
ഗൈസ് പഞ്ഞ് റീഫില്ല് ചെയ്യായിരുന്നു. നമുക്കിതിനെ അങ്ങോട്ട് അകത്തോട്ട് വെച്ചിട്ട് അതായത് ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഗൈസ്. തച്ച് കൊള്ളായോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. എന്നിട്ട് ഫുള്ള് തച്ച് ഒന്ന് നോക്കാം. അയ്യോ പഞ്ഞ് കളവി വന്നു ഗൈസ്. തിരിച്ച് ഒന്നുകൂടെ നമ്മൾ വയ്ക്കാം. കുറച്ച് നമ്മൾ ഫുൾ പഞ്ഞി വയ്ക്കല്ലോ ഒറ്റ കുറേശ്ശെ പകുതി വെളിയിൽ നിന്നൊക്കെ തച്ചിട്ട് ഒക്കെ അങ്ങനെ വയ്ക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. എൻ്റെ പാവൊന്ന് കൊളായെന്നാണ് തോന്നുന്നത് കേട്ടോ. വിചാരിക്കേണ്ട, നമുക്ക് ഇനി പകുതി തച്ചെടുക്കണം കേട്ടോ. നൈസ് പാവയൊക്കെ സെറ്റാക്കി. ഇത് നമ്മൾ വിചാരിക്കും ആദ്യം കാണിച്ച പാവ തന്നെ അത് കൊളായൻ്റെ അടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിക്കും. അല്ല ഗൈസ്, ഞാൻ പോയി ഒട്ടിച്ച് തച്ചെടുക്കുന്നപ്പോൾ സ്റ്റിക്കറൊക്കെ എടുത്ത് ഒട്ടിച്ച് അപ്പോഴാണ് ഓർത്തത് അയ്യോ വീഡിയോയിൽ ഇത് ഓണാക്കിയില്ലല്ലേ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഓണാക്കി. അപ്പോഴാണ് ഓർത്തത്. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതൊക്കെ തുടർന്ന് നിങ്ങളെ കാണിക്കും. ഇതാണ് ഫൈനൽ ലുക്ക്.